എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലക്നൌവിലെ ഇക്കാല സ്റ്റേഡിയത്തിലെ ചരിത്രപ്രസിദ്ധമായ പിച്ചിൽ നടന്ന IPL 2026-ലെ 59-ാം നമ്പർ മഹാപോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അത്യന്തം വേദനാജനകവും കനത്തതുമായ പരാജയമാണ്. ഈ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ ഡ്രസ്സിംഗ് റൂമിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ മുൻ നായകനും ചെന്നൈയുടെ മാർഗദർശിയുമായ മഹീന്ദ്ര സിംഗ് ധോണിയുടെ രോഷം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തയാണിപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ആകെ പിടിച്ചുകുലുക്കിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ പൊരുതാവുന്ന ഒരു സ്കോർ പടുത്തുയർത്തിയിട്ടും ലക്നൌ ബാറ്റർമാർക്ക് മുന്നിൽ ചെന്നൈ ബോളർമാർ നിരുപാധികം കീഴടങ്ങിയതാണ് ധോണിയെ ചൊടിപ്പിച്ചത്. എന്നാൽ അതിലും വലിയൊരു ബോംബാണ് ആ മീറ്റിംഗിന്റെ അവസാന നിമിഷങ്ങളിൽ ടീം മാനേജ്മെന്റിനെതിരെ ധോണി പൊട്ടിച്ചത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടക്കം തികച്ചും നിരാശാജനകമായിരുന്നു. ഓപ്പണർ സഞ്ജു സാംസൺ വെറും 20 റൺസിനും ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് 13 റൺസിനും പുറത്തായതോടെ ടീം കടുത്ത സമ്മർദ്ദത്തിലായി. എന്നാൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ക്രീസിലെത്തിയ യുവതാരം കാർത്തിക് ശർമ്മയുടെ മാസ്മരിക ഇന്നിംഗ്സാണ് ചെന്നൈയെ തിരികെ മത്സരത്തിലേക്ക് കൊണ്ടുവന്നത്. വെറും 42 പന്തുകളിൽ നിന്ന് 6 അതിമനോഹരമായ ഫോറുകളും 5 കൂറ്റൻ സിക്സറുകളും അടക്കം 71 റൺസാണ് ആ യുവപ്രതിഭ ഭയരഹിതമായി അടിച്ചുകൂട്ടിയത്. അവസാന ഓവറുകളിൽ പരിചയസമ്പന്നനായ ശിവം ഡ്യൂബെയും തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. കേവലം 16 പന്തിൽ 200 സ്ട്രൈക്ക് റേറ്റോടെ പുറത്താവാതെ 32 റൺസ് നേടിയ ഡ്യൂബെയുടെ മികവിൽ ചെന്നൈ 200 റൺസ് എന്ന ശക്തവും സുരക്ഷിതവുമായ സ്കോറിലെത്തി. സ്പിന്നിനെ തുണയ്ക്കുന്ന ഇക്കാനയിലെ പിച്ചിൽ ഇതൊരു വിജയ സ്കോർ ആകുമെന്നാണ് ആരാധകരും കരുതിയിരുന്നത്. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ ഈ മികച്ച സ്കോർ പ്രതിരോധിക്കാനിറങ്ങിയ ചെന്നൈ ബൌളർമാരുടെ ലൈനും ലെങ്തും പൂർണ്ണമായും താളം തെറ്റിയ കാഴ്ചയാണ് കണ്ടത്. പവർ പ്ലേയിലെ ആദ്യ ഓവർ മുതൽ ലക്നൌ ഓപ്പണർമാരായ മിച്ചൽ മാർഷും ജോഷ് ഇംഗ്ലിസും ചേർന്ന് ചെന്നൈയുടെ വിധി എഴുതി. വെറും 22 പന്തുകളിൽ നിന്നും 56 റൺസാണ് മിച്ചൽ മാർഷ് അടിച്ചുകൂട്ടിയത്. യുവ ബൌളർ അൻഷുൽ കംബോജ് തന്റെ 2 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്തതും വിദേശ താരം സ്പെൻസർ ജോൺസന്റെ ദിശ തെറ്റിയ ബൌളിംഗും കൂടിയായപ്പോൾ ലക്നൌവിന്റെ വിജയം അനായാസമായി. പവർ പ്ലേ അവസാനിക്കുമ്പോൾ ലക്നൌ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 86 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു. ഈ കാഴ്ച ഡഗ്ഔട്ടിലിരുന്ന MS ധോണിയുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർത്തു. മത്സരം അവസാനിച്ചയുടനെ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന അതീവ രഹസ്യമായ മീറ്റിംഗിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദും ബൌളർമാരും MS ധോണിയുടെ കടുത്ത വിമർശനങ്ങൾക്ക് ഇരയായി. ഈ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ 5 പ്രധാന കാരണങ്ങൾ യാതൊരു മടിയും കൂടാതെ ധോണി എണ്ണിപ്പറഞ്ഞു. ബോർഡിൽ ഈ 187 റൺസ് പോലെ ഒരു മികച്ച സ്കോർ ഉള്ളപ്പോൾ പവർ പ്ലേയിൽ അങ്ങേയറ്റം നിരുത്തരവാദിത്തമുള്ള ബൌളിംഗ് ആണ് നടന്നതെന്നും അൻഷുൽ കംബോജും സ്പെൻസർ ജോൺസണും ഷോർട്ട് വൈഡ് പന്തുകളെറിഞ്ഞ് മിച്ചൽ മാർഷിന് അടിച്ചു തകർക്കാൻ അവസരമൊരുക്കി ടീമിന്റെ മുഴുവൻ ഗെയിം പ്ലാനും നശിപ്പിച്ചുവെന്നും അദ്ദേഹം ഒന്നാമത്തെ കാരണമായി വ്യക്തമാക്കി. ഓൺസൈഡ് ബൗണ്ടറികൾ ലക്ഷ്യമാക്കി മാർഷ് തുടർച്ചയായി വലിയ ഷോട്ടുകൾ പായിച്ചിട്ടും ഫീൽഡർമാരെ കൃത്യമായ പൊസിഷനിൽ നിർത്താൻ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന് കഴിഞ്ഞില്ലെന്നും കളിക്കളത്തിലെ കടുത്ത ആശയക്കുഴപ്പവും ഏകോപനമില്ലായ്മയും തന്ത്രങ്ങളിലെ പാളിച്ചയുമാണ് രണ്ടാമത്തെ കാരണമെന്നും ധോണി ചൂണ്ടിക്കാണിച്ചു. ബൗണ്ടറികൾ വഴങ്ങിയതിനേക്കാൾ വലിയ തെറ്റാണ് തുടർച്ചയായി വൈഡുകൾ എറിഞ്ഞതെന്നും ഇത് ലക്നൌ ബാറ്റർമാരുടെ മേലുണ്ടായിരുന്ന സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കുകയും അവർക്ക് സ്വതന്ത്രമായി കളിക്കാനുള്ള ലൈസൻസ് നൽകുകയും ചെയ്തതാണ് മൂന്നാമത്തെ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവസാന പന്തുവരെ പൊരുതി മത്സരം തിരിച്ചുപിടിക്കുന്നതാണ് ചെന്നൈയുടെ എക്കാലത്തെയും വലിയ കരുത്ത്. എന്നാൽ ഈ മത്സരത്തിൽ കളിക്കാരുടെ മുഖത്ത് ജയിക്കണമെന്ന ആഗ്രഹമോ സഹതാരങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഐക്യമോ ഒട്ടും തന്നെ പ്രകടമായിരുന്നില്ല എന്ന പോരാട്ട വീര്യത്തിന്റെ അഭാവമാണ് നാലാമത്തെ കാരണമെന്നും ധോണി തുറന്നു പറഞ്ഞു. നെറ്റ്സിൽ മണിക്കൂറുകളോളം പരിശീലനം നടത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും മത്സരത്തിലെ ലൈവ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സീനിയർ ബൌളർമാർ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും അവരുടെ അമിതമായ ആത്മവിശ്വാസവും തെറ്റുകൾ തിരുത്താത്ത പ്രകൃതവുമാണ് അഞ്ചാമത്തെ തിരിച്ചടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടീമിന്റെ ഈ പോരായ്മകൾ ഒന്നൊന്നായി എണ്ണിപ്പറഞ്ഞതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിനെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ട് മാനേജ്മെന്റിനെതിരെ ധോണി തന്നെ ഏറ്റവും വലിയ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ടീമിന്റെ ദയനീയമായ ക്യാപ്റ്റൻസിയെക്കുറിച്ച് സംസാരിക്കവേ സഞ്ജു സാംസനെ ചൂണ്ടിക്കാട്ടി ധോണി പറഞ്ഞ ആ വാക്കുകൾ ചെന്നൈ ക്യാമ്പിൽ വരും ദിവസങ്ങളിൽ വലിയ ഭൂകമ്പം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങേയറ്റം വൈകാരികമെന്നാൽ ദൃഢവുമായ സ്വരത്തിൽ ധോണി പറഞ്ഞു, ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ മാനേജ്മെന്റിനോട് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ് ഈ ടീമിന്റെ ക്യാപ്റ്റൻസി നമ്മൾ സഞ്ജു സാംസനെ ഏൽപ്പിക്കണമെന്ന്. ഇത്തരമൊരു വമ്പൻ ടീമിനെ എങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ കാര്യക്ഷമമായി നയിക്കണമെന്ന് അവന് വളരെ കൃത്യമായി അറിയാം. കളിക്കളത്തിലെ സമ്മർദ്ദഘട്ടങ്ങളിൽ ശാന്തനായി നിന്ന് തന്ത്രങ്ങൾ മെനയാൻ അവനുള്ള കഴിവ് അപാരമാണ്. പക്ഷേ അന്ന് മാനേജ്മെന്റ് എന്റെ ആ വാക്കുകൾ ചെവിക്കൊണ്ടില്ല. അതിന്റെ വലിയൊരു വിലയാണ് ഇന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സ്ഥാനത്ത് സഞ്ജു ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റനെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പണ്ടേ പോയിന്റ് പട്ടികയിൽ ആദ്യ 4-ൽ സേഫായി ഇരിക്കുമായിരുന്നു. സഞ്ജുവിനെക്കുറിച്ചുള്ള ധോണിയുടെ ഈ അപ്രതീക്ഷിതവും വിസ്ഫോടനാത്മകവുമായ പ്രശംസയും വെളിപ്പെടുത്തലും
ചെന്നൈ ക്യാമ്പിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കും ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ പരാജയങ്ങളിലേക്കുമാണ് നേരിട്ട് വിരൽ ചൂണ്ടുന്നത്. സഞ്ജു സാംസൺ എന്ന അതുല്യ പ്രതിഭയ്ക്ക് ചെന്നൈ മാനേജ്മെന്റ് അർഹിക്കുന്ന അംഗീകാരം നൽകിയില്ല എന്ന ധോണിയുടെ ഈ തുറന്നുപറച്ചിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ധോണിയുടെ ഈ കർശന നിലപാടിനെയും സഞ്ജുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെയും സോഷ്യൽ മീഡിയയിലാകെ കോടിക്കണക്കിന് വരുന്ന CSK ആരാധകർ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. IPL 2026 ഈ നിർണായക ഘട്ടത്തിൽ ടീമിൽ പഴയ അച്ചടക്കം തിരികെ കൊണ്ടുവരേണ്ടതും അർഹരായവർക്ക് നേതൃത്വസ്ഥാനം നൽകേണ്ടതും അത്യാപേക്ഷിതമാണ്. ഈ കനത്ത തോൽവിക്കും MS ധോണിയുടെ രൂക്ഷ വിമർശനത്തിനും ശേഷം വരും മത്സരങ്ങളിൽ ചെന്നൈ ടീമിൽ പ്രത്യേകിച്ച് ക്യാപ്റ്റൻസിയിലോ പ്ലേയിംഗ് 11-ലോ വല്ല വലിയ മാറ്റങ്ങളും ഉണ്ടാകുമോ എന്ന് നാം കണ്ടറിയണം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ 187 റൺസ് എടുത്തിട്ടും ചെന്നൈ തോറ്റത് ബൌളിംഗ് പരാജയവും ക്യാപ്റ്റൻസിയുടെ പോരായ്മകളും കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ധോണി പറഞ്ഞതുപോലെ സഞ്ജു സാംസനെ ചെന്നൈയുടെ ക്യാപ്റ്റൻ ആക്കണമായിരുന്നോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ധോണി ആങ്കർ അല്ലെങ്കിൽ CSK ബൌളർ ഫെയിൽ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളുമായി പങ്കുവിടുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.